എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ ട്രീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോകളിലൂടെ ക്രുസോൺ, ആൽമണ്ട് ബട്ടർ ക്രീം എന്നിവ തയ്യാറാക്കുന്നതിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ ആൽമണ്ട് ക്രുസോൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വെള്ളം 60 ഗ്രാം, പഞ്ചസാര 140 ഗ്രാം, തലേദിവസം ഉണ്ടാക്കിയിരിക്കുന്ന ക്രുസോൺ 2 എണ്ണം, ബദാം പേസ്ട്രി ക്രീം ആവശ്യത്തിന്. ആദ്യമായി സിറപ്പ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ പഞ്ചസാരയും അളന്നെടുത്തിരിക്കുന്ന വെള്ളവും ചേർത്ത് ചെറുതീയിൽ തിളപ്പിച്ചെടുക്കുക. പഞ്ചസാര പാനി കുറുകി തുടങ്ങുന്ന പരുവത്തിൽ തീയിൽ നിന്നും മാറ്റി തണുക്കാൻ അനുവദിക്കുക. പിന്നീട് ഇതിലേക്ക് 5 ml വാനില എസൻസ് ചേർത്ത് ഇളക്കി മാറ്റിവെക്കുക. അടുത്തതായി തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാമിന്റെ പുറം തൊലി വേർതിരിച്ച് മാറ്റിയെടുക്കുക. ഇത് അലങ്കാരത്തിനായി മുകളിൽ വിതറാനുള്ള ബദാം ചീളുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ്. അതിനായി തൊലി മാറ്റിയെടുത്തിരിക്കുന്ന ഇവയെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇനി ആൽമണ്ട് ക്രുസോൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഇവിടെ 2 ക്രുസോൺ എടുത്തിരിക്കുന്നതിനെ നടുവേ നീളത്തിൽ 2 ഭാഗങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇനി ഇവയുടെ ഉൾവശങ്ങളിൽ നേരത്തെ തയ്യാറാക്കിയ പഞ്ചസാര പാനി ആവശ്യത്തിന് തളിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ മറുപകുതിയിലും ചെയ്യുക. അടുത്തതായി ഒരു പൈപ്പിംഗ് ബാഗിൽ ഒരു സ്റ്റാർ നോസിൽ ഇട്ടുകൊടുത്ത ശേഷം തയ്യാറാക്കിയിരിക്കുന്ന ആൽമണ്ട് ക്രീം നിറയ്ക്കുക. ഈ ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ആൽമണ്ട് ക്രീം മുറിച്ചു വെച്ചിരിക്കുന്ന ക്രുസോണിന്റെ ഒരു പകുതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ പൈപ്പ് ചെയ്യുക. പിന്നീട് ഇവയെ മറുപകുതി കൊണ്ട് യോജിപ്പിച്ച ശേഷം മുകളിൽ പഞ്ചസാര പാനി തളിക്കുക. തുടർന്ന് മുകൾ ഭാഗത്തും ക്രീം കൊടുക്കുക. ഇവയുടെ മുകളിൽ ആദ്യം തയ്യാറാക്കിയ ബദാം ചീളുകൾ വിതറുക. പിന്നീട് വൃത്തിയുള്ള ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിൽ ഇവയെ നിരത്തിയ ശേഷം ബേക്ക് ചെയ്യുന്നതിനു വേണ്ടി ഓവന് 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക. ചൂടാക്കിയിരിക്കുന്ന ഓവനിൽ 15 മിനിറ്റ് ക്രീം ഉരുകി വരുന്നത് വരെ ബേക്ക് ചെയ്യുക. ഓവനിൽ നിന്നിറക്കി ചൂടാറിയ ശേഷം വിളമ്പിത്തുടങ്ങുന്നതിന് മുൻപായി അല്പം പഞ്ചസാര പൊടി മുകളിൽ വിതറി അലങ്കരിക്കാവുന്നതാണ്. മായങ്ങളൊന്നുമില്ലാതെ തന്നെ നല്ലൊരു ആൽമണ്ട് ക്രുസോൺ നമ്മുടെ വീടുകളിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.